സോനുകുട്ട, ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാന്നറിയോ? എവിടെയാ? ഇതാണ് അട്ടപ്പാടി. ഇവിടെ എന്താ അട്ടയുണ്ടോ? അട്ടയുണ്ട്, അത് മഴക്കാലത്തേക്കേ ഉണ്ടാവുള്ളൂ. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്താ അറിയോ? നമുക്ക് എത്ര യാത്ര ചെയ്താലും ക്ഷീണം തോന്നില്ല. അതാണ് അട്ടപ്പാടിയുടെ ഒരു പ്രത്യേകത. ഹലോ, ഇന്നത്തെ നമ്മുടെ യാത്ര അട്ടപ്പാടിയിലേക്കാണ്. അട്ടപ്പാടിയിലേക്കുള്ള ചുരങ്ങൾ കയറുന്നതിന് മുന്നായിട്ടുള്ള ചെറിയൊരു ടൗണാണ് ആനമുളി എന്ന സ്ഥലം. അവിടെ നിന്നാണ് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്. അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കണ്ടുമുട്ടിയത്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ വെറും ഫ്രണ്ട് അല്ല കേട്ടോ, 15 വർഷം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ട്. ആനമുളി ഫോറസ്റ്റ് ഓഫീസിലാണ് അവൻ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാമായിരുന്നു. പക്ഷെ പ്രതീക്ഷിക്കാതെ ആ ടൈമിൽ യൂണിഫോമിൽ കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നിയിട്ടോ. 1.5 പതിറ്റാണ്ട് ഒരുമിച്ച് പഠിച്ചു വളർന്നതിൽ ഈ കയ്യും കുത്തി പരസ്പരം നോക്കി നിൽക്കുന്ന പോസാണ് ബാക്കിയായിട്ടുള്ളത്. അങ്ങനെ അവനോട് ഒരു നന്ദിയൊക്കെ പറഞ്ഞു ഞങ്ങൾ അങ്ങനെ യാത്ര തുടർന്നു. സമയം ഏകദേശം 8 മണിയായിട്ടുണ്ട്. സൂര്യൻ ഉദിച്ചു വരുന്നേ ഉള്ളൂ. ഇതൊരു മഴക്കാലമൊക്കെ ആയിരുന്നെങ്കിൽ ഈ സമയത്ത് നല്ല കോടമഞ്ഞുണ്ടാവുമായിരുന്നു. എങ്കിലും പ്രകൃതി ഭംഗിക്ക് ഒട്ടും കുറവില്ല. മനോഹരമായ കുന്നും മലകളും താണ്ടി ഇരുവശത്തെയും കാഴ്ചകളെല്ലാം കണ്ട് നമുക്ക് ആസ്വദിച്ച് യാത്ര തുടരാം. കേരള സംസ്ഥാനത്തിലെ ഏകദേശം 700ഓളം കിലോമീറ്റർ വിസ്തൃതിയുള്ള ഒരു ആദിവാസി താലൂക്കാണ് അട്ടപ്പാടി. ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് നാടറിയുന്ന ഒരാളെ കൂടി കൂടെ കൂട്ടുന്നത് വളരെ നന്നായിരിക്കും. ഇന്നത്തെ എൻ്റെ ഗൈഡ് അച്ഛനാണ്. മകിൽ വാഹന സർവീസ് അല്ലാണ്ട് KSRTC കൂടി ഇല്ല. എംപിച്ചി ബാബ KSRTCയുടെ മന്ത്രിയായിട്ടാണ് അട്ടപ്പാടിക്ക് ആദ്യമായിട്ട് KSRTC ഓടുന്നത്. അതുവരെ മകിൽ വാഹനക്കാരുടെ 8-10 വണ്ടി, അവരെല്ലാണ്ട് ഈ വണ്ടി കൂടെ ഒരുപാട് ഓടില്ല. അന്ന് വീതി ഇത്ര ഇല്ല, ഇതിലും വീതി ചുരുങ്ങിയിട്ട് അപ്പൊ സൈഡൊക്കെ കുറച്ചുകൂടി വീതി കൂട്ടിയിട്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. ഇതിപ്പോ 90 വർഷത്തിന് പ്ലാന്റേഷന് ഫോറസ്റ്റ് പാട്ടത്തിന് കൊടുത്തിരിക്കുക. പശ്ചിമഘട്ടത്തിലെ നീലഗിരി മലനിരകൾക്ക് താഴെയായി സ്ഥിതി ചെയ്യുന്ന ഒരു വിശാലമായിട്ടുള്ള പർവ്വത താഴ്വരയാണ് അട്ടപ്പാടി. അട്ടപ്പാടിയുടെ കിഴക്കായിട്ട് കോയമ്പത്തൂർ ജില്ലയാണ്, വടക്ക് നീലഗിരി, തെക്ക് പാലക്കാട് താലൂക്കും പടിഞ്ഞാറ് മണ്ണാർക്കാട് താലൂക്കിന്റെ ചില പ്രദേശങ്ങളുമാണ്. പോകുന്ന വഴിയിൽ ഒരുപാട് വളവുകളുണ്ട്. 10 വളവുകളുണ്ടെന്നാണ് കണക്ക്. അങ്ങനെ ഒരു വളവിലായിട്ട് നമുക്കിവിടെ ഒരു മല കാണാം. വരക്കല്ല് എന്നാണ് ഇതിന് പറയുന്നത്. വളരെ വലിയ ഒരു മലയാണ് ഇത്. നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ തന്നെ കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിന്റെ പല സൈൻ ബോർഡുകളും നോട്ടീസ് ബോർഡുകളും നമുക്കിവിടെ കാണാം. അതെല്ലാം പൂർണ്ണമായും പ്രാവർത്തികമാക്കി കൊണ്ടുവേണം നമുക്ക് യാത്ര തുടരാൻ. പ്രകൃതിയെ സംരക്ഷിക്കാനും ജീവജാലങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്താനുമാണ് ഈ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. നമ്മൾ പോകുന്ന വഴിയിലുടനീളം കാടുകളാണ്. മുകളിലേക്ക്, അതായത് ഇടതുവശത്ത് കുന്നുകളും വലതുവശത്തായിട്ട് താഴ്ചയുള്ള കാടുകളുമാണ്. ഈ മരങ്ങൾക്കിടയിലൂടെ വരുന്ന ഔഷധക്കാറ്റുകൾ നമുക്ക് യാത്രയ്ക്കുള്ള ഊർജവും ആവേശവും തരുന്നതാണ്. തണുത്ത കാറ്റും പ്രകൃതിയുടെ മണവുമെല്ലാം നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ടേക്ക് ആകർഷിക്കും. വഴിയരികിലായി ഇതുപോലെ പാറക്കെട്ടുകളും അതിലൂടെ ഒഴുകി വരുന്ന നീർച്ചാലുകളും നമുക്ക് സുലഭമായി കാണാം. ഇവിടെ വണ്ടിയിലിരുന്ന് കഴിക്കാനായി അമ്മമ്മ കൊടുത്തുവിട്ട ബ്രേക്ക്ഫാസ്റ്റ് ആസ്വദിച്ച് കഴിക്കുകയാണ് സോനു. ക്യാമറമാൻ അമൽരാജിനൊപ്പം ശബരി എന്ന് പറയാനുള്ള ആളാണ് ദേ ഇരിക്കുന്നത്. ഇതുപോലുള്ള റെയിൻ ഫോറസ്റ്റുകളിലേക്കെല്ലാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം ആളെ കൂട്ടുന്നത് നല്ലതാണ്. എല്ലാവർക്കും ഒരുമിച്ച് എൻജോയ് ചെയ്യാം, ഒരുമിച്ച് അനുഭവങ്ങൾ പങ്കിടാം. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. മലമുകളിൽ നിന്നും പാറക്കെട്ടുകളിലൂടെ ഒഴുകി വരുന്ന നീർച്ചാലിലെ ജലാംശം റോഡുകളിലേക്ക് ഇറങ്ങിയിരിക്കുന്നതും നമുക്ക് കാണാം. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം തന്നെ ഒരു പ്രത്യേക കളർ കോമ്പിനേഷനുള്ളതാണ്. റോഡുകളിൽ ചില ഭാഗത്തായി നനഞ്ഞിരിക്കുന്നത് കുന്നിൻ മുകളിലെ വെള്ളം നീർച്ചാലായി ഒഴുകിയെത്തിയതിനാലാണ്. വഴികളിലുടനീളം ഹോം സ്റ്റേകളുടെയും വില്ലകളുടെയും എല്ലാം പരസ്യം നമുക്ക് കാണാം. ഒരുപാട് വളവുകളുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇതാണ് 10ാമത്തെ അവസാനത്തെ വളവ്. ഇത് വളരെ വിശാലമായിട്ടുള്ളൊരു വ്യൂ പോയിന്റ് ആണ്. ഇവിടെ അത്യാവശ്യം വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. താൽക്കാലികമായി കാഴ്ച കാണാൻ ഇറങ്ങുന്നവരുടെ ശ്രദ്ധയ്ക്കായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് സ്നാക്സും അധികം കഴിക്കരുത്. കാരണം
ഇത് ജീവികളെ, പ്രത്യേകിച്ച് കുരങ്ങുകളൊക്കെ ആകർഷിക്കാനിടയുണ്ട്. പിന്നീട് അവ കാഴ്ചക്കാരെ ഉപദ്രവിക്കുകയോ ബാഗുകൾ, ഫോൺ പോലുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ നമ്മുടെ കയ്യിൽ നിന്നും തട്ടിപ്പറിച്ചുകൊണ്ട് പോയാലും ആരോടും കംപ്ലൈന്റ് ചെയ്യാനില്ല. ഇവിടെ ചില കച്ചവടക്കാരുണ്ട്, ഐസ്ക്രീമും അതുപോലുള്ള സ്നാക്സ് എല്ലാം വിൽക്കുന്നവര്. ഇത് മന്ദംപൊടി നിലംപതി പാലമാണ്. ഇവിടെ ഒരു പുഴയൊഴുകുന്നുണ്ട്. ചില ആളുകൾ പുഴയിലിറങ്ങി ആസ്വദിക്കുന്നുണ്ട്. ഇവിടെയുള്ള വന്യജീവികൾക്ക്, അതായത് കുരങ്ങുകളോ അങ്ങനെയുള്ള ജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് ശിക്ഷാർഹമാണ്. പലരും പ്ലാസ്റ്റിക് കവറുകൾ കൊണ്ടുവരുന്ന ഭക്ഷണം ഇതുപോലുള്ള മൃഗങ്ങൾക്ക് കൊടുത്തുകൊണ്ട് പ്ലാസ്റ്റിക് കവറുകൾ ഇവിടെ ഉപേക്ഷിക്കുന്നുണ്ട്. അത് വന്യമൃഗങ്ങളെ ആകർഷിക്കുകയും കൂടുതൽ പ്രശ്നങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഈ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിൽ 2000 രൂപ പിഴയടക്കേണ്ടി വരും. അതല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും. നമ്മൾ യാത്ര തുടരുമ്പോൾ ഇടത്തേക്കോ വലത്തേക്കോ ആയിട്ട് അധികം റോഡുകളൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഒരു റോഡുണ്ട്, അതിന് സൈഡിലായിട്ട് ഒരു ചായക്കടയുണ്ട്. ചായക്കട എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു താൽക്കാലികമായിട്ടുള്ള ഷെഡാണ്. അവിടെ ആന ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ്. ഉപജീവന മാർഗമായി സ്വീകരിച്ച തൊഴിലായിരിക്കാം. ഇതുവഴി രാത്രി 7 മണിക്ക് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും ഈ കടയുണ്ടായിരുന്നു. മുക്കാലി ചെക്ക് പോസ്റ്റാണ് ഒരു മൈൽ സ്റ്റോൺ. അത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം കടകളും വീടുകളും ഒക്കെ കാണാം. ഇത് മുക്കാലി ജംഗ്ഷനാണ്. ഇവിടെ നിന്നും 23 കിലോമീറ്ററാണ് സൈലന്റ് വാലിയിലേക്ക്. നമുക്ക് സൈലന്റ് വാലിയിലേക്ക് പോകണമെങ്കിൽ ഇവിടെയുള്ള ഇൻഫർമേഷൻ സെന്ററിൽ പോയി ഫീസ് അടച്ച് ബുക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ബുക്ക് ചെയ്യുന്നത് പ്രകാരം അവരുടെ ജീപ്പുകളിലോ ചെറിയ ബസ്സുകളിലോ ആയിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകും. കാട്ടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പാകത്തിന് ഒരുക്കിയെടുത്തിട്ടുള്ള വാഹനങ്ങളാണ് ഇവിടെയുള്ളത്. ഹോണുകൾ ഉപയോഗിക്കാതെ മിതമായ ശബ്ദത്തിൽ ഓടുന്നവയാണ് ഇവ. അതുമാത്രമല്ല, കാട്ടിനുള്ളിലെ വന്യജീവികൾക്ക് ഈ ശബ്ദം സുപരിചിതവുമാണ്. നമ്മൾ വരുന്ന വാഹനം നമുക്കിവിടെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യാം. അതായത് സ്വകാര്യ വാഹനങ്ങൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദനീയമല്ല. ഇത് സൈലന്റ് വാലിയുടെ ഇൻഫർമേഷൻ സെന്റർ ആണ്. അത്യാവശ്യം തിരക്കുണ്ട്. ഇവിടെ വലതുവശത്തായി തണ്ണീർപ്പന്തൽ എന്ന് പേരിട്ടിട്ടുള്ള ഒരു ടീ ഷോപ്പ് ഉണ്ട്. ഇവിടെ നിന്നും നമുക്ക് ചായ കുടിക്കാം. വളരെ നേരത്തെ ഇവിടെ എത്തുന്നവർക്കും ദൂരദേശങ്ങളിൽ നിന്നും വരുന്നവർക്കും ഈ ഒരു ടീ ഷോപ്പ് വളരെയധികം സഹായകമാണ്. അതുമാത്രമല്ല, സൈലന്റ് വാലി പോയി വരിക എന്നത് ഒരു ദിവസത്തെ പരിപാടിയാണ്. നമുക്കിവിടുന്ന് വിശപ്പ് മാറ്റിക്കൊണ്ട് യാത്ര ആരംഭിക്കാം. നമുക്ക് വേറെ ചില പരിപാടികളുള്ളത് കൊണ്ട് തന്നെ, വേറെ സ്ഥലങ്ങളിൽ പോകാനുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൈലന്റ് വാലിയിലേക്ക് ബുക്ക് ചെയ്യുന്നില്ല. സൈലന്റ് വാലിയിലേക്ക് വരുന്നത് ഒരു ദിവസത്തെ പരിപാടി ആയതുകൊണ്ട് തന്നെ അത് പിന്നീട് ഒരിക്കലാവാം എന്ന് തീരുമാനിച്ചു. ഈ തണ്ണീർപ്പന്തലിനോട് ചേർന്ന് തന്നെ നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് മുള കൊണ്ടുള്ള ചെറിയ ഒരു ഷെഡുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാം. ഇത് സൈലന്റ് വാലിയിലേക്ക് ആളുകളെ എത്തിക്കാനുള്ള ജീപ്പാണ്.
ഈ മരത്തിൻ്റെ മുകളിൽ മാടം കെട്ടിയിട്ട് ഏറുമാടം കെട്ടിയിട്ട് ഇതിലാണ് സിനിമ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. എടുപടി വേണം ചതുരക്കമ്പ അതിൻ്റെ മുകളിൽ 4 വടം തന്നെ വണ്ടി. സൈലന്റ് വാലി നാഷണൽ പാർക്കിലേക്ക് പോകാനായി നമുക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്യാവുന്നതാണ്. 8 മണി മുതൽ 1 മണി വരെയാണ് സഫാരി ടൈമിംഗ്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് വനശ്രീ എന്ന് പേരിട്ടുള്ള ഒരു ഇക്കോ ഷോപ്പ് ഉണ്ട്. ഇതിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല മണമാണ്. അത് പുൽത്തൈലത്തിൻ്റെ ആണെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സ് എല്ലാം വളരെയധികം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ പേരുണ്ട്, അതിൻ്റെ വിലയും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഉൽപ്പന്നങ്ങളെല്ലാം സംഭരണശാലകൾ വഴി കാട്ടിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ പുറത്ത് എവിടെ നിന്നും വാങ്ങുന്നതിനേക്കാളും വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിക്കാം. ഞങ്ങൾ ഇവിടുന്ന് നന്നാരി സർബത്തിൻ്റെ ഒരു ബോട്ടിലും മുളയരിയുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുളയരി അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന ഒന്നല്ല, അതുപോലെ തന്നെ അതിൻ്റെ ഗുണവിശേഷങ്ങളും ഒരുപാടാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ കുറേ ബോർഡുകൾ കാണാം. ഇതിലൂടെ നമ്മൾ പോകുന്നത് ഭവാനി പുഴയുടെ തീരത്തേക്കാണ്. നമുക്ക് ഈ വഴിയിലൂടെ പോയി പുഴയുടെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കാം. എന്നാൽ പുഴയിലേക്ക് ഇറങ്ങുകയോ അതിക്രമിച്ച് കടക്കുകയോ ചെയ്യരുത്. ചെറിയൊരു നടപ്പാതയാണ് അങ്ങോട്ടേക്കുള്ളത്. അധികാരി തെറ പറഞ്ഞിട്ട് അറിയുന്ന അവിടെ ആ തെറ പോണ ഈ കനാൽ നേരെ പോണ ഒരു 50-60 ഏക്കർ നെൽത്തറത്തേക്ക് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ നേരെ പോകും. അവിടെയൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ് നെൽകൃഷിയൊക്കെ ഒഴിവാക്കി. ഈ കാട്ടിനുള്ളിലൂടെ പുഴയിലേക്കെത്തുന്ന ഒരു കാഴ്ച അത് വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ല തടിയുള്ള നീളമുള്ള വള്ളികളാണ് ഈ മരങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടുള്ളത്. അങ്ങനെയുള്ള വള്ളികൾ കാണുമ്പോൾ ഇത് മരമാണോ വള്ളികളാണോ എന്ന് തന്നെ നമുക്ക് സംശയം തോന്നും. മലയും അതിനു മുന്നിലുള്ള ഈ പുഴയും അതുപോലുള്ള കുറ്റിക്കാടുകളും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. എൻ്റെ മുന്നിൽ ഈ നീളത്തിൽ കാണുന്നത് ഒരു പടുകൂറ്റൻ വള്ളിയാണ്. അത് ഒരു നീർച്ചാലിനരികിലായി വേരുറപ്പിച്ചുകൊണ്ട് കാട്ടിലെ മരങ്ങൾക്കിടയിലൂടെ പടർന്നു പന്തലിച്ചു നിൽക്കുകയാണ്. അങ്ങനെ പല വള്ളികളും നമ്മൾ മരങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചേക്കാം. വള്ളിയാണ് ചീനിക്ക വള്ളി എന്ന് പറയുന്നത്. ഇതിൻ്റെ മുകളിലുണ്ടാകുന്ന കായ ഉണ്ട്. ആ കായാണ് ഏറ്റവും കൂടുതൽ തന്നെ കുളിക്കാനൊക്കെ ചീനിക്കപ്പൊടി ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും. കുളിക്കാനും ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ജൈവമായിട്ടുള്ള ഒരു വാഷിംഗ് സോപ്പാണ് ചീനിക്ക വള്ളിയുടെ പൊടി.
പോകുന്നത് ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കാണ്. സത്യത്തിൽ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിലേക്കല്ല, അതിനു പിന്നിൽ ഒരു ഔഷധോദ്യാനമുണ്ട്. നിറയെ ഔഷധ ചെടികളൊക്കെ ആയിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. ഞങ്ങളെല്ലാം ചെറുതായിരിക്കുമ്പോൾ എപ്പോഴും അട്ടപ്പാടി സന്ദർശിക്കുന്ന സമയത്ത് ഇവിടെയെല്ലാം വന്ന് അച്ഛൻ ഔഷധ ചെടികളെല്ലാം കാണിച്ചു തരുന്നത് ഒരു പതിവായിരുന്നു. ആ പതിവ് മുടക്കിയില്ല. പിന്നെ മുത്തശ്ശ കറ്റാർ വാഴ മുടി ഇതാ ഇങ്ങനെ വളർന്നു വരാൻ. ഇത് ബ്രഹ്മി എന്ന് പറയുന്നത് ഒരു ഔഷധം കേട്ടോ, ബുദ്ധി ഉണ്ടാകാനാണ്. അവിടെ നിന്നും ഇറങ്ങി പിന്നീട് ഞങ്ങൾ പോയത് കുറച്ചുകൂടി ഉള്ളിലേക്കുള്ള വനത്തിലേക്കാണ്. ഇവിടെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഹോമിയോ ചികിത്സയുണ്ട്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.